mindful moments with Hammy. ഹായ്, വെൽക്കം ടു ഡേ 1 ഓഫ് കോൺഷ്യസ് ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ്. നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഒരു 5 മിനിറ്റ്, ഒരു 5-6 മിനിറ്റോളം നമുക്കിത് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ് ആയിരിക്കും മിക്കവാറും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് ചെയ്യാനോ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നുകൊണ്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളിരുന്ന് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു നോട്ട്ബുക്കും പെന്നും നിങ്ങളെപ്പോഴും കഴുതുക. കാര്യം എന്ത് ആക്ടിവിറ്റിയാണ്, ചിലപ്പം ചില ആക്ടിവിറ്റിയിൽ എഴുതാനുണ്ടാവും, ചിലപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് എഴുതാനുണ്ട്. അപ്പം അതുപോലെ ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സൈലൻസാണ്. എന്താണ് സൈലൻസ്? അതായത് നമ്മളിൽ ഫോക്കസ് ചെയ്യാം. ഞാനും എൻ്റെ ഉള്ളിലെ ഞാനും, അത് രണ്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് വരും, നമ്മൾക്ക് ഒരുപാട് സൗണ്ടുകൾ കേൾക്കാം. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. യാതൊരു ഗൈഡൻസും എൻ്റെ അടുത്ത് നിന്നുണ്ടാവില്ല. നമ്മൾ ഒരുമിച്ചിരുന്നാണ് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്വസ്ഥമായിട്ട് കംഫർട്ടബിളായിട്ടിരിക്കുക. കാലുകൾ രണ്ടും നിലത്ത് തട്ടിച്ച്, നിങ്ങൾക്ക് കൈകൾ ഏത് പോസിൽ വേണമെങ്കിലും വെക്കാം. തുറന്ന് വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ഏറ്റവും ബെറ്റർ. തുറന്ന് വെച്ചിട്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇരിക്കാൻ, കംഫർട്ടബിളായിട്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ നോർമൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ചെടുക്കണം പുറത്തേക്ക് അങ്ങനെ പറയാറുണ്ട്. ഇതങ്ങനെ ഒന്നും ചെയ്യേണ്ട. വളരെ നോർമലായിട്ടുള്ള ശ്വാസം. നിങ്ങൾ ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വരുന്ന ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ആ ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോകാൻ പാടില്ല. പകരം ചിന്തകൾ പോകുമ്പോൾ പതിയെ തിരിച്ച് അഗെയിൻ ശ്വാസത്തിലേക്ക് തന്നെ വരാം. ആ രീതിയിൽ മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പം ഈ ഒരു 5 മിനിറ്റാണ് നമ്മളത് ചെയ്യേണ്ടത്. നമുക്ക് പലപ്പോഴും ശീലമില്ലാത്ത കാര്യമായിരിക്കും വെറുതെ ഇരിക്കുക എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ടാവും. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ നമ്മളെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, എനിക്ക് എൻ്റെ അകത്ത് എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്, എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലുള്ള ആളെന്താണ് എന്നോട് പറയുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. നിങ്ങൾക്കിപ്പം കണ്ണടച്ചിരിക്കുമ്പോൾ ചിലർക്ക് കണ്ണടച്ചിരിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ താഴെയുള്ള ഭാഗത്തുള്ള ഡിസ്ട്രാക്ഷൻസിനെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ കുറേ സമയം ആ താഴോട്ട് തന്നെ നോക്കുക. പക്ഷേ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലും നിങ്ങളുടെ ഉള്ളിലേക്കുമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പം എല്ലാവരും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഞാനിവിടെ 5 മിനിറ്റിൻ്റെ ടൈമർ വയ്ക്കാം. ഓക്കെ. ആ ടൈമർ സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 5 മിനിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇതുവരെ 5 മിനിറ്റ് വെറുതെ ഇരുന്നിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ. നമുക്ക് നോക്കാം 5 മിനിറ്റ് നമുക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കംഫർട്ടബിളായിട്ട് ഇരിക്കുക. ഒരു മ്യൂസിക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഞാനൊരു ഇൻസ്ട്രക്ഷനും തരൂല. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. റെഡിയാണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളുടെ കാലുകൾ നിലത്ത് വെച്ചിട്ട് കംഫർട്ടബിളായിട്ടിരിക്കുക. തുടങ്ങിക്കോളൂ.
ഓക്കെ, സ്റ്റോപ്പ്. നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? പെട്ടെന്ന് നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നും എടുത്ത് നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഫീൽ ചെയ്തതെന്നുള്ളത് പെട്ടെന്ന് എഴുതുക. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം വന്നു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് മൊത്തത്തിൽ എന്ത് ഫീൽ ചെയ്തു? ഈ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ചൂടും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നാളെ കാണാം.